ശ്രീനാഥ്ജി ഒരു വലിയ യാത്രയൊക്കെ കഴിഞ്ഞിട്ട് നാട്ടിൽ തിരിച്ചെത്തിയിരിക്കുകയാണല്ലോ. എവിടെയൊക്കെയായിരുന്നു? അല്ല, ഞാൻ പൊതുവേ ഇപ്പോൾ യു എസിലാണ് കൂടുതലും ഉള്ളത്. യു എസിലും യു എയിലാണ് കൂടുതൽ നമ്മുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ യു എയിൽ ഇപ്പോൾ ഏതാണ്ട് എല്ലാ എമിറേറ്റ്സിലും ഗ്രൂപ്പുകളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരു സ്പിരിച്വൽ ആക്ടിവിറ്റി എന്നുള്ള നിലയ്ക്ക്. അമേരിക്കയിൽ അവിടുത്തെ ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ കൂടുതൽ സർവീസ് ആവശ്യമുള്ളത് അമേരിക്കയിലാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം പ്രവാസികൾ ഇവിടുന്ന് അവിടെ പോയി താമസിക്കുന്നവർ അവർ ഇവിടുത്തെ ഒരു കൾച്ചറും കൊണ്ടാണ് അമേരിക്കയിലേക്ക് പോകുന്നത്. കാരണം ഇവിടുന്ന് 18 വയസ്സിലോ 20 വയസ്സിലോ 30 വയസ്സിലോ ഒക്കെ അമേരിക്കയിലേക്ക് പോകുന്ന ആൾക്കാരാണ്. അവരുടെ ബേസ് നമ്മുടെ നാടാണ്. അവരെ കുട്ടികൾ അവിടെ ജനിക്കുന്നവരാണ്. ആ കുട്ടികൾ അവിടുത്തെ ഒരു കൾച്ചറിലാണ് വളരുന്നത്. അവർ കാണുന്നത് കോപ്പി ചെയ്യുന്നതൊക്കെ ഇംഗ്ലീഷുകാർ അല്ലെങ്കിൽ അവിടുത്തെ കൾച്ചറിനെയാണ്. അപ്പം അവരെ ശരിയും പാരൻസിൻ്റെ ശരിയും തമ്മിൽ വളരെ വ്യത്യാസമുണ്ട്. ശ്രീനാഥ്ജി ആരുടെ പക്ഷത്താ? ഞാൻ കുട്ടികളുടെ പക്ഷത്താണ്. കാരണം നമ്മളെ ശരിയിലേക്ക് മറ്റുള്ളവരെ കൊണ്ടുവരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുമ്പോൾ കുട്ടികൾ, മനുഷ്യൻ ഏപ്പാണ് പണ്ട് മുതലേ. അവന് ലോകത്ത് എവരി പേഴ്സൺ ഹാസ് ടു റൈറ്റ് തിങ്ക് എന്നുള്ളതാണ്. ലോകത്ത് എല്ലാ മനുഷ്യനും ചിന്തിക്കാനുള്ള ശേഷി ഉണ്ടല്ലോ. അപ്പോൾ കുട്ടികൾ അവരുടെ സ്കെയിൽ വെച്ച് അവരുടെ ഇൻഫർമേഷൻ വെച്ച്, നമ്മളെ ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്, നമ്മളെ യുക്തി, അങ്ങനെ ഒരു സാധനമില്ല ശരിക്കും. എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ അനുസരിച്ച് ഞാൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ് എൻ്റെ യുക്തി. അതുകൊണ്ട് എൻ്റെ യുക്തിയും നിങ്ങളുടെ യുക്തിയും രണ്ടും വ്യത്യാസമുണ്ട്. നമ്മൾ കളക്ട് ചെയ്ത നോളജിൻ്റെ ലിമിറ്റേഷൻ നമ്മുടെ യുക്തിക്കുണ്ട്. യുക്തിക്ക് ലിമിറ്റേഷൻ ഉണ്ട്. അതുകൊണ്ട് വിദേശത്ത് വളരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ച് നമ്മളെ നാട്ടിലുള്ള മൂല്യസങ്കല്പങ്ങൾ, ഒരു ഭാര്യ, ഒരു ഭർത്താവ് എന്നൊക്കെയുള്ള സങ്കല്പം, ഒരു കുട്ടി ഉണ്ടാവുക, ഒരു കുടുംബം എന്നുള്ള സങ്കല്പമൊക്കെ പക്ഷേ അമേരിക്കയിൽ അങ്ങനെയല്ല ഉള്ളത്. അവർ ഒരു കല്യാണം കഴിച്ചിട്ട് കുറച്ചു കാലം ജീവിക്കും. ആ ജീവിതത്തിൽ അവർക്ക് മുന്നോട്ട് പോകില്ല. ആർക്കെങ്കിലും ഒരാൾക്ക് ബുദ്ധിമുട്ട് തോന്നിയാൽ അവർ പിരിയും. പക്ഷെ അത് നമ്മളെ നാട്ടിലെ ഡിവേഴ്സിൻ്റെ മാറ്റം. നമ്മളെ നാട്ടിലെ ഡിവേഴ്സ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചളിവാരി എറിയലും അതിൻ്റെ ഇടയിൽ ആൾക്കാർ പങ്കെടുക്കലും എന്തൊക്കെ കോലാഹലമാണ്. അവിടെ അവർ ഒരു ടേബിളിൽ അപ്പുറം ഇപ്പുറം ഇരുന്ന് ഒരു കാപ്പി കുടിച്ചുകൊണ്ട് സംസാരിച്ചിട്ടെന്നാൽ ശരി നമുക്ക് പിരിയാം എന്ന് പറഞ്ഞ് പിരിയുകയും അതേ സൗഹൃദം പിന്നെ നിലനിർത്തുകയും ചെയ്യുന്നുണ്ട്. പിന്നെ ഫംഗ്ഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട്. അതിൽ കുട്ടികൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരെ ഫംഗ്ഷന് പോകുന്നുണ്ട്. അങ്ങനെ അവരതാ വരുന്നൊരു തലമുറ അതാ കണ്ട് വളരുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ ലൈഫൊക്കെ അങ്ങനെയാണ്. അത് പക്ഷേ നമ്മുടെ അവിടുത്തെ പാരൻസിന് അത്രത്തോളം ദഹിക്കില്ല. അപ്പോൾ അവിടുത്തെ പാരൻസും കുട്ടികളും തമ്മിൽ വലിയ ഒരു ഫൈറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സ്ഥലത്തേക്കാണ് ഞാൻ പോകുന്നത്. ഞാനവിടെ പോകുന്നത് ആ കുട്ടികളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ്. അപ്പോൾ അവരെ കേട്ട സമയത്ത് അവരുടെ ചിന്തകൾ വളരെ നല്ലതാണ്, വളരെ ഓപ്പണായിട്ടുള്ള ചിന്തയാണ്. ഞാൻ പറയുന്നത് വരുന്നൊരു തലമുറ ഏറ്റവും നല്ല തലമുറയാണ് വരുന്നത്. നമ്മൾക്ക് ഒരുപാട് മുഖമൂടികൾ ഉണ്ടായിരുന്നു. നമുക്ക് തോന്നിയത് പലതും പറഞ്ഞിട്ടില്ല. നമ്മൾ കുരുത്തക്കേടിൻ്റെ കിട്ടുന്നുള്ള പേരിൽ, ഇത് പറഞ്ഞാൽ ആൾക്കാരിനെ കുറിച്ച് എന്ത് ചിന്തിക്കുന്നുള്ള പേരിൽ നമ്മൾ പലതും പറഞ്ഞിട്ടില്ല. പക്ഷെ കുട്ടികൾ അവർക്ക് തോന്നുന്ന കാര്യങ്ങൾ ഓപ്പണായിട്ട് പറയുന്നുണ്ട്. അവർ നമ്മളോട് ചോദിക്കുന്നുണ്ട്, ഡേറ്റിംഗ് ചെയ്താൽ എന്താണ് പ്രശ്നം, ഈ കുടുംബ സാധനമൊക്കെ എവിടുന്ന് വന്നതാണ്, സെക്സ് മനുഷ്യൻ്റെ ഒരു ഫിസിക്കൽ നീഡല്ലേ. അവരെ ഓപ്പണായിട്ട് ഞാൻ പെൺകുട്ടികളുടെ ഒരു കാനഡയിൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം ഞാനൊരു ക്ലാസ് എടുത്ത സമയത്ത് ഒക്കെ 8ാം ക്ലാസ്സിലും 9ലും 10ലും പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടി മാത്രമുള്ള ക്ലാസ്സിൽ അവരെന്നോട് ഓപ്പണായിട്ട് ചോദിച്ച കുറേ ചോദ്യങ്ങളുണ്ട്. എനിക്ക് ഒരുപാട് അഭിമാനം തോന്നി. കാരണം എൻ്റെ പ്രായത്തിൽ ഞാൻ ചോദിക്കാൻ ഭയന്നിരുന്ന ചോദ്യങ്ങളാണ് അവർ ഓപ്പണായിട്ട് ചോദിച്ചത്. അവർ ഓപ്പണായിട്ട് ചോദിക്കുന്നതുകൊണ്ട് അതിന് ഉത്തരവുണ്ട്. നമ്മൾ പലതും ഓപ്പണായിട്ട് ചോദിച്ചിട്ടില്ല. അപ്പം അതിനെ അഡ്രസ്സ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് പാരൻസ് ബുദ്ധിമുട്ടുണ്ട്. ഇത് അമേരിക്കയിലെ മാത്രം കാര്യമില്ല, സെയിം ഹാപ്പൻഡ് ഇൻ ഇന്ത്യ.